ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു AlphaBeard. അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ഏപ്രിൽ ഫുൾ. ഇതിനൊക്കെ ഏപ്രിൽ ഹാപ്പി പറയൂ. ഇതിലോട്ട്. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് രണ്ട് പ്രോഡക്റ്റും അത് തമ്മിലുള്ള ഡിഫറൻസും ഇത് ആർക്കൊക്കെ വേണ്ടിയാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നതും എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയുടെ പറയുന്നത്. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു ബിയേർഡ് സോഫ്റ്റ്നറും രണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബിയേർഡ് ഓയിലും. ഇത് തമ്മിലുള്ള വ്യത്യാസം, ഇത് ആർക്കൊക്കെയാണ് സജസ്റ്റ് ചെയ്യുന്നത്, ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത്, ഈ രണ്ടെണ്ണം. അപ്പോൾ ഈ കാര്യങ്ങളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഓരോ പോയിന്റ് ആയിട്ടാണ് നമുക്ക് തുടങ്ങാം. ബിയേർഡ് ഓയിൽ എന്ന് പറഞ്ഞ സാധനം ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നോർമൽ കോക്കനട്ട് ഓയിലിനേക്കാളും വളരെ നേർത്ത കൺസിസ്റ്റൻസി ആയിരിക്കും. വെള്ളവുമല്ല എന്നാൽ ഓയിലുമല്ല, ആ രീതിയിലൊരു കൺസിസ്റ്റൻസി, സ്റ്റിക്കി അല്ലാത്ത ഒരു കൺസിസ്റ്റൻസി. അങ്ങനെയുള്ള ബിയേർഡ് ഓയിൽസാണ് നമ്മൾ ചൂസ് ചെയ്യാനും. അതാണ് ബിയേർഡ് ഓയിൽ ഡേ, അങ്ങനെ പറയുന്നതായിരിക്കും കുറച്ചുകൂടി ശരി. അപ്പോൾ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി. ഇപ്പം നെക്സ്റ്റ് കൺസിസ്റ്റൻസിയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒരു ബിയേർഡ് സോഫ്റ്റ്നർ. അപ്പോൾ ബിയേർഡ് സോഫ്റ്റ്നർ അല്ലെങ്കിൽ ബിയേർഡ് ബാം അല്ലെങ്കിൽ ബിയേർഡ് ബട്ടർ, ഈ മൂന്ന് സാധനങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ബിയേർഡ് ബാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി കട്ടിയുള്ളൊരു കൺസിസ്റ്റൻസി ആയിരുന്നു. അതായത് നമുക്ക് ഒരു വിരൽ വെച്ച് നല്ല ഞാൻ തേച്ചെടുക്കേണ്ടി വരും ആ സാധനം. പിന്നെ ബിയേർഡ് ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടറി കൺസിസ്റ്റൻസി തന്നെയാണ്, മനസ്സിലായി കാണുമല്ലോ. പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി ഒരു വാക്സ്, എങ്ങനെയാണ് പറയുക, ഒരു സ്റ്റിക്കി അല്ല, പക്ഷെ ഭയങ്കര സ്മൂത്ത് ആയിരിക്കും ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇതാ ഒരു തരം ആ മുഖത്തൊക്കെ ഇടുന്ന ക്രീമുകളില്ലേ, ആ ക്രീമിൻ്റെ ഒരു കൺസിസ്റ്റൻസി ആയിരിക്കും ബിയേർഡ് സോഫ്റ്റ്നറിന് വരുന്നത്. അപ്പോൾ ഈ രണ്ട് സാധനങ്ങൾ എങ്ങനെ യൂസ് ചെയ്യുന്നത് നമുക്ക് നെക്സ്റ്റ് പറയാം. അപ്പോൾ ബിയേർഡ് ഓയിൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങൾക്ക് പലതവണ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത് പോലെ തന്നെ ബിയേർഡ് ഓയിൽ എന്ന് പറഞ്ഞ സാധനം നമ്മളുടെ സ്കിന്നിന് വേണ്ടിയാണ്. അപ്പോൾ ഇത് യൂസ് ചെയ്യാനുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പോൾ ഇതിനകത്ത് വരുന്നത് ഒരു ഫില്ലറാണ്. അപ്പോൾ ഈ ഫില്ലർ എടുത്തിട്ട് നമ്മൾ ഫില്ലറിൽ നിന്ന് കയ്യിലോട്ട് എടുക്കുക, അല്ലെങ്കിൽ വിരലിൻ്റെ തുമ്പിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഞാൻ നിങ്ങൾ നേരത്തെ കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഇതിൽ തന്നെ കുറച്ചെടുക്കുക. ഇതാ ഈ ഒരു മേലത്തെ ഈ ഒരു പോർഷനിൽ നിന്ന് താഴോട്ട് ഈ ഒരു രീതിയിൽ തേക്കുക. അതേപോലെ ഇതുപോലെ ഇന്ന് തേച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മളെ സ്കിന്നിൽ തന്നെ ഇറങ്ങി പിടിക്കുന്നതായിരിക്കും. എന്നിട്ട് ഇത് മസാജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴോട്ടും മാത്രം അല്ല, മുകളിലോട്ടും താഴോട്ടും ഒരുപോലെ നമുക്ക് തേച്ചത് സ്കിന്നിനകത്ത് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബിയേർഡ് ഓയിൽ അപ്ലൈ ചെയ്യാനുള്ള ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ബിയേർഡ് ഓയിൽ അപ്ലൈ ചെയ്യുന്നത് ഇത് ഞാനൊരു 3-4 വീഡിയോക്കകത്താണ് പറയുന്നത്. അപ്പോഴും അതവിടെ നിൽക്കട്ടെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അടുത്തത് ബിയേർഡ് സോഫ്റ്റ്നർ എങ്ങനെയാണ്, എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന്. ബിയേർഡ് സോഫ്റ്റ്നർ നമ്മളുടെ സ്കിന്നിന് വേണ്ടി ഒരിക്കലും അല്ല. അത് നമ്മളെ ബിയേർഡിനെ കുറച്ചും കൂടി നമ്മളെ താടിയുടെ രോമത്തിനെ, ഈ ഒരു സ്കിന്നിനെല്ലാം ക്ലോഗ് ചെയ്യുകയും, അതായത് അടയ്ക്കുകയും കൂടുതൽ വിയർപ്പും കാര്യങ്ങളും ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് അത് മാത്രമല്ല, ഒരു സ്റ്റിക്കി ഫീലും ഒരു വൃത്തിയുടെ ഫീലായിരിക്കും അത്. ട്രസ്റ്റ് മീ, ഓക്കെ. അപ്പോഴേ അതുകൊണ്ട് തന്നെ ഇത് സ്കിന്നിന് വേണ്ടിയുള്ള സാധനമല്ല, ഇത് നമ്മളുടെ രോമത്തിന് വേണ്ടിയുള്ള സാധനമാണ്. ഇത് യൂസ് ചെയ്യുന്നത് മറ്റേതുമായിട്ട് ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ കുറച്ച് എടുക്കുകയാണെങ്കിൽ കാണിച്ചു തരാം. ഇതാണ്ട് നമ്മൾ ജസ്റ്റ് കയ്യിലെടുക്കുക, മുകളിൽ നിന്ന് താഴോട്ട്, അതായത് ജസ്റ്റ് ഈ ഒരു രോമത്തിൽ മാത്രം തേക്കുക. തേച്ചതിന് ശേഷം നമുക്ക് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇഷ്ടത്തിന് നമുക്ക് താടിയ ഗ്രൂമി ചെയ്യാം. എപ്പോഴും ബിയേർഡ് ഓയിലിനകത്ത് കുറച്ചും കൂടി നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആയിരിക്കും. ഒരുപാട് കമ്പനികൾ മറ്റേ ആയുർവേദ സാധനങ്ങൾ, കഷായത്തിൻ്റെ സ്മെല്ലുള്ള സാധനങ്ങളൊക്കെ ഇറങ്ങാറുണ്ട്. അതൊന്നും എനിക്കിഷ്ടമല്ല അങ്ങനെയുള്ള സാധനങ്ങളൊന്നും. കാരണം ഇതൊരു നമുക്ക് താടി തീർച്ചയായിട്ടും ഒരുപാട് അങ്ങ് ഇല്ലാത്ത സ്ഥലത്തെല്ലാം നല്ല രീതിയിൽ തഴിച്ചു വളർന്നങ്ങ് വരുമെന്നൊന്നും ഞാൻ പറയില്ല. സോഫ്റ്റ്നർ എന്ന് പറയുമ്പം എപ്പോഴും ബിയേർഡ് സോഫ്റ്റ്നർ എപ്പോഴും കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ സ്മെല്ല് വരുന്ന സാധനമാണ്. ബിയേർഡ് ബാം ആണെങ്കിലോ ബിയേർഡ് ബട്ടർ ആണെങ്കിലും, ബിയേർഡ് ബട്ടർ എസ്പെഷ്യലി കുറച്ചും കൂടി നാച്ചുറൽ കൺസിസ്റ്റൻസി, നാച്ചുറൽ സ്മെല്ലിൽ വരാറുണ്ട്. കാരണം അതിനകത്ത് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ നമ്മളെ ബി വാക്സ് ആയിരിക്കും അതിനകത്ത് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇതിനകത്തെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ആർട്ടിഫിഷ്യൽ ആയിരിക്കും സ്മെല്ല്. സോ അതാണ് ഇതിൻ്റെ ഒരു സ്മെൽ വൈസ് അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഇൻഗ്രീഡിയൻറ്റ് വൈസ് എനിക്ക് പറയാനുള്ളത്. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആർക്കൊക്കെ യൂസ് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരു 5 o'clock ഷാഡോ ആണ്, അതായത് വെരി ഷോർട്ട് സ്കിന്നിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ നമ്മൾ താടി വളർത്തുന്ന ഒരാളാണെങ്കിൽ നമുക്ക് ബിയേർഡ് ബട്ടർ കൊണ്ട് അല്ലെങ്കിൽ ബിയേർഡ് സോഫ്റ്റ്നർ കൊണ്ട് യാതൊരു ഉപകാരവും ഇല്ല. ആ സമയത്ത് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബിയേർഡ് ഓയിൽ തന്നെയാണ്.
ബിയർഡ് സോഫ്റ്റ്നർ ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ, അതായത് ഒരു നേരത്തെ എൻ്റെ വീഡിയോസ് കണ്ടുള്ളവർക്ക് ഏകദേശം ഈ ഒരു പോർഷൻ അടുപ്പിച്ച് താടി ഉണ്ടായിരുന്നു. അപ്പോൾ അത്രത്തോളം താടിയുള്ള ഒരാൾ, അപ്പോൾ അയാളെ താടി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ രാവിലെ ഉറക്കം എഴുന്നേക്കുമ്പോൾ നമുക്കറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം തെക്ക് വടക്ക് നിൽക്കുകയായിരിക്കും. പിന്നെ താടി വളയുന്ന ഒരു ടെൻഡൻസി സാധാരണ ഇപ്പം നമ്മൾ മാസ്ക് ഇടുന്നതിൽ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് മാറാനും ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് നമുക്ക് ഗ്രൂം ചെയ്ത് വെച്ചിട്ട് ഒരുപാട് നേരം ആ ഒരു സാധനം അങ്ങനെ തന്നെ ഇരിക്കാനായിട്ട്, അതായത് നമ്മൾ പുറത്തെവിടെയെങ്കിലും പോകുമ്പോഴാണെങ്കിലോ അല്ലെങ്കിൽ കൈയൊക്കെ തട്ടിയാണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ സ്ട്രെയിറ്റ്, അതൊരു വാക്സ് നമ്മൾ ഹെയറിൽ എങ്ങനെ യൂസ് ചെയ്യുന്നു അതുപോലെ, പക്ഷെ എന്നാലും അതിൻ്റെ അത്രയും കൺസിസ്റ്റൻസി ഇല്ലാത്ത, മുടിക്കും തടിക്കൊന്നും പ്രശ്നം വരാത്ത രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ ഒരു ബിയർഡ് സോഫ്റ്റ്നർ എന്ന് പറയുന്നത്. ഇതെന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ബിയർഡ് സോഫ്റ്റ്നർ നമ്മൾ കഴുകി കളയുന്നതാണ് നല്ലതെന്നാണ് ഞാൻ പറയുന്നത്. എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ രാവിലെ പോകാൻ നേരത്തെ ആദ്യം ഒരു ബിയർഡ് ഓയിൽ വെച്ചിട്ട് നമ്മളൊരു 3-4 വളരെ മിനിമം തുള്ളി എടുത്ത് നമ്മൾ താടി മൊത്തം തേച്ചതിന് ശേഷം, നല്ല താടിയുള്ളവരുടെ കാര്യമാണ് പറയുന്നത്, നല്ല താടിയുള്ളവർക്ക് 3-4 തുള്ളിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അത്രയും തേച്ചതിന് ശേഷം ഒരു ബിയർഡ് സോഫ്റ്റ്നർ എടുത്ത് അതിൻ്റെ മേളിൽ കൂടി ജസ്റ്റ് ഒന്ന് ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ താടി അതുപോലെ തന്നെ നിൽക്കും, ഹൈഡ്രേറ്റഡ് ആയിട്ട് തന്നെ നിൽക്കും, അതേപോലെ ഹെൽത്തി ആയിട്ട് തന്നെ നിൽക്കും, കുറച്ചും കൂടി ബ്ലാക്കിഷ് ലുക്ക് വരും. അതായത് ഇതിനകത്ത് തന്നെ കെരാറ്റിൻ്റെ കണ്ടന്റ് ഒരുമാതിരിപ്പെട്ട എല്ലാ ബിയർഡ് സോഫ്റ്റ്നറിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നമുക്ക് ഒരു നറിഷ് അല്ലെങ്കിൽ ഒരു ബ്ലാക്കിഷ് കളർ ഈ ഒരു സാധനം നമ്മളെ താടിക്ക് കിട്ടും. സോ അതുകൊണ്ട് തന്നെ ബിയർഡ് സോഫ്റ്റ്നറിന് അങ്ങനെ ഒരു ഗുണവും കൂടിയുണ്ട്. ആഫ്റ്റർ എ ലോങ് ഡേ നമ്മൾ തിരിച്ചു വന്നതിന് ശേഷം ഈ ഒരു സാധനം നമുക്ക് സാധാ വെള്ളം ഒഴിച്ച് തന്നെ, അതായത് പച്ച വെള്ളം ഒഴിച്ച് തന്നെ ഇത് നമുക്ക് കഴുകി കളയുന്നുണ്ട്. അതിനകത്ത് മറ്റ് അല്ലെങ്കിൽ ബിയർഡ് വാഷോ ഫേസ് വാഷോ അല്ലെങ്കിൽ സോപ്പോ ഒന്നും ഇട്ട് കഴുകേണ്ട ആവശ്യമില്ല. സാധാ വെള്ളം ഉപയോഗിച്ച് നമ്മൾ കഴുകി കളഞ്ഞാൽ മതി, ഒരു കുഴപ്പം വരാൻ പോകുന്നില്ല. ഇനിയിപ്പം മുഖക്കുരുവിൻ്റെ പ്രശ്നമുള്ളവരാണെങ്കിൽ നമ്മളൊരു ദിവസം ഇത് യൂസ് ചെയ്തു, അത് പുറത്ത് പോകുമ്പോൾ മാത്രം ഇത് യൂസ് ചെയ്യുന്നതൊന്നും ഒരു പ്രശ്നമില്ല. ഇതുകൊണ്ട് താടി വളരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്രോത്ത് ചെറിയ രീതിയിൽ ഉണ്ടാകും. ബിയർഡ് ഓയിൽ എന്തുമാത്രം ഗ്രോത്ത് നമുക്ക് തരുന്നു, താടിക്ക് എന്തുമാത്രം ഗ്രോത്ത് തരുന്നു, അത്രയും ഗ്രോത്ത് തന്നെ ഈ ഒരു ബിയർഡ് സോഫ്റ്റ്നർ നമുക്ക് തരും. അതിനകത്ത് ഞാൻ യൂസ് ചെയ്തിട്ട് പോലും ഇത്രയും നാൾ, അതായത് ഒരു ഓൾമോസ്റ്റ് 1 മന്ത് യൂസ് ചെയ്തിട്ട് പോലും ഇത്രയാണ് അതിനകത്ത് നിന്ന് കുറഞ്ഞിരിക്കുന്നത്, കണ്ടോ. അതേപോലെ തന്നെ ബിയർഡ് ഓയിലിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ബിയർഡ് ഓയിൽ കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല, ഏകദേശം ഈ ഒരു പോർഷൻ ഇത്രയുമാണ് കുറഞ്ഞിരിക്കുന്നത്. ഇവിടം വരെ ഉണ്ടായിരുന്ന സാധനം ഇവിടം വരെ ആയി. ഇതാണ് ഞാൻ 1 മാസം യൂസ് ചെയ്തത്. സോ അതുകൊണ്ട് വാരിക്കോരി ഒഴിക്കാതിരിക്കുക, തേക്കാതിരിക്കുക, ബിയർഡ് സോഫ്റ്റ്നർ ആണെങ്കിലും ബിയർഡ് ഓയിൽ ആണെങ്കിലും. സോ താങ്ക് യു, ഹാവ് എ നൈസ് ഡേ. ആരെങ്കിലും ഏപ്രിൽ ഫുൾ ആക്കണം, ഇതൊക്കെ ഒരു രസമല്ലേ ഏത്. അപ്പോൾ ബൈ.